കഴിഞ്ഞ വീഡിയോയിൽ ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയുടെയും അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷൻസിൻ്റെയും ബെനിഫിറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള ചില സെക്ടറുകളെക്കുറിച്ചും ആ സെക്ടറിലെ സ്റ്റോക്കുകളെക്കുറിച്ചും ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ചില സ്റ്റോക്കുകളെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് FMCG സെക്ടറിലെ കമ്പനിയായ മാരിക്കോയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 2 മുതൽ 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ബംഗ്ലാദേശാണ്. ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് മാരിക്കോയുടെ ഓവറാൾ മാർജിനെ പ്രതികൂലമായി ബാധിക്കും. കൂടാതെ കമ്പനിയുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിലും ബംഗ്ലാദേശ് നൽകുന്ന കോൺട്രിബ്യൂഷൻ വലുതാണ്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 2022 കമ്പനിയുടെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ 51% റവന്യൂ ബംഗ്ലാദേശിൽ നിന്നായിരുന്നു ജനറേറ്റ് ചെയ്തത്. 2024 ഫിനാൻഷ്യൽ ഇയർ ആയപ്പോൾ ബംഗ്ലാദേശിലുള്ള ഡിപ്പെൻഡൻസി 44% കുറഞ്ഞിട്ടുണ്ട്. 2027 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി തന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ഡിപ്പെൻഡൻസി 40% കുറയ്ക്കാനും ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനുവേണ്ടി മിഡിൽ ഈസ്റ്റ്, നോർത്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലെ വിപണികളെ റാമ്പപ്പ് ചെയ്യാനാണ് മാരിക്കോ എന്ന കമ്പനി ലക്ഷ്യമിടുന്നത്. പ്രധാനമായും ഹെയർ ഓയിൽ പോർട്ട്ഫോളിയോയും അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുമാണ് സൗത്ത് ആഫ്രിക്ക പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കമ്പനി ബംഗ്ലാദേശിലുള്ള ഡിപ്പെൻഡൻസി കുറയ്ക്കുന്നത്. എന്നിരുന്നാലും ഇൻ്റർനാഷണൽ റവന്യൂവിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റവന്യൂവിൻ്റെ 44% കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രാജ്യമായതുകൊണ്ട് ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും അതുപോലെ തന്നെ ബിസിനസ്സിനെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യങ്ങളും മാരിക്കോ എന്ന കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിയെ കുറയ്ക്കുന്നതിൽ ഒരു നിർണായക പങ്ക് വഹിച്ചേക്കും. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മാരിക്കോ 6.27% ഇടിഞ്ഞ് 630 രൂപയ്ക്ക് അടുത്തെത്തിയിരുന്നു. 83,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 55.11, 52 വീക്ക് ഹൈ 691, 52 വീക്കിലോ 486. മാരിക്കോയുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ ഇപ്രാവശ്യം മികച്ച ക്വാർട്ടർലി റിസൾട്ടായിരുന്നു കാഴ്ചവെച്ചത്. റീസെൻറ്റ് ക്വാർട്ടറുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏറ്റവും ഉയർന്ന റവന്യൂവും ഏറ്റവും ഉയർന്ന പ്രോഫിറ്റബിലിറ്റിയും കമ്പനി നേടിയിരുന്നു. അവിടെ നിന്നും ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ ഡിസ്ട്രപ്ഷൻസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിക്കുകയും സ്റ്റോക്ക് 628 എന്ന ലെവൽ വരെ എത്തുകയും ചെയ്തു. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ 600 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടും 589 സ്ട്രോങ് സപ്പോർട്ടുമായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. സ്റ്റോക്ക് ചിലപ്പോൾ 580 വരെ ഇടിഞ്ഞേക്കാം. ഇനി 575 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്കിൽ ചിലപ്പോൾ ഗ്യാപ് ഡൗൺ ഫില്ലിംഗ് വരാനും സ്റ്റോക്ക് 580, 540 തുടങ്ങിയ സോൺ വരെ ഇടിയാനും സാധ്യതയുണ്ട്. രണ്ടാമത്തേത് ഇമാമി ലിമിറ്റഡ് ആണ്. ഇമാമിയും FMCG സെക്ടറിലെ ഒരു കമ്പനിയാണ്. ഇമാമി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 2% ഉയർന്ന് 766 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 35,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 45.29, ഡിവിഡൻഡ് യിൽഡ് 1.04%, 52 വീക്ക് ഹൈ 849, 52 വീക്കിലോ 417. ഇമാമിക്ക് കൽക്കട്ടയിൽ 6 മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയും ബംഗ്ലാദേശിൽ ഒരു മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയുമാണുള്ളത്. കോസ്മെറ്റിക് ആൻഡ് ആയുർവേദിക് മെഡിസിൻസ് ആണ് കമ്പനി ബംഗ്ലാദേശിലെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റിയിൽ മാനുഫാക്ചർ ചെയ്യുകയും സെൽ ചെയ്യുകയും ചെയ്യുന്നത്. ഇമാമിയുടെ ടോട്ടൽ റവന്യൂവിൻ്റെ 5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ബംഗ്ലാദേശിൽ നിന്നാണ്. ഏകദേശം 174 കോടി രൂപയുടെ റവന്യൂ ആണ് കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ മാർച്ച് ക്വാർട്ടറിൽ ബംഗ്ലാദേശിൽ നിന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇമാമിയെ സംബന്ധിക്കുന്ന ഇതൊരു നെഗറ്റീവ് അപ്ഡേറ്റ് ആണെങ്കിലും ചില ബ്രോക്കേജ് ഏജൻസികൾ ഇമാമിയുടെ ബിസിനസ് ഗ്രോത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബൈ എന്ന റേറ്റിംഗും 930 രൂപയുടെ ടാർഗറ്റ് നൽകിയിട്ടുണ്ട്. ആനന്ദ് റാട്ടി ബൈ എന്ന റേറ്റിംഗും 930 രൂപയുടെ ടാർഗറ്റുമാണ് നൽകിയത്. ഇമാമിയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ കൺസോളിഡേറ്റഡ് റവന്യൂ 1.62% വർദ്ധിച്ച് 901 കോടിയിൽ നിന്നും 916 കോടിയിലേക്ക് എത്തുകയും കമ്പനിയുടെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 182 കോടിയായി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇമാമി 880 രൂപയിൽ നിന്നും കറക്റ്റായി 775 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിന് 780 രൂപയ്ക്കടുത്ത് ഒരു പ്രധാന സപ്പോർട്ടുണ്ട്. റീസെൻ്റ്ലി 780 രൂപയുടെ സപ്പോർട്ടിൽ നിന്നും സ്റ്റോക്ക് 775 രൂപയിലേക്ക് ഉയർന്നിട്ടുണ്ട്. ഇവിടെ 700 സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ മന്ത്ലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 650 എന്ന ലെവലിൽ സ്റ്റോക്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ രീതിയിലുള്ള ഒരു ക്യാൻഡിൽ പാറ്റേൺ ബ്രേക്കൗട്ട് വന്നതിന് ശേഷം സ്റ്റോക്ക് 880 വരെ ഉയർന്നിരുന്നു. അതുകൊണ്ട് 650 എന്ന ലെവൽ സ്റ്റോക്കിൻ്റെ ഒരു സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. മൂന്നാമത്തെ സ്റ്റോക്ക് VIP ഇൻഡസ്ട്രീസ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ VIP 1.4% ഇടിഞ്ഞ് 443 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 6,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 115, ഡിവിഡൻഡ് യിൽഡ് 0.45%, 52 വീക്ക് ഹൈ 722, 52 വീക്കിലോ 428. VIP ഇൻഡസ്ട്രിക്ക്
ബംഗ്ലാദേശിൽ സബ്സ്റ്റൻഷ്യൽ പ്രസൻസ് ആണുള്ളത്. കമ്പനിക്ക് ഏകദേശം 8 മാനുഫാക്ചറിംഗ് പ്ലാന്റാണ് ബംഗ്ലാദേശിലുള്ളത്. ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 30 മുതൽ 35% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ബംഗ്ലാദേശിൽ നിന്നാണ്. ഇവിടെ ബംഗ്ലാദേശിലുള്ള കമ്പനിയുടെ ഡിപ്പെൻഡൻസി കുറയ്ക്കാൻ കമ്പനി ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ടോട്ടൽ പ്രൊഡക്ഷൻ്റെ 30% ബംഗ്ലാദേശിൽ നിന്നാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നതുകൊണ്ട് ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന കറണ്ട് പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് VIP-യുടെ പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിച്ചേക്കാം. ആൾറെഡി VIP എന്ന സ്റ്റോക്ക് അണ്ടർ പെർഫോം ചെയ്യുകയാണ്. ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാലും അത്ര മികച്ച പെർഫോമൻസ് അല്ല കമ്പനി കാഴ്ചവെച്ചിരിക്കുന്നത്. ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ ലഗേജ് ആൻഡ് ബാഗേജ് സെക്ടറിലെ കമ്പനിയായി വളർന്നെങ്കിലും ഇപ്പോൾ വളർച്ച വളരെ കുറവാണ്. അതുപോലെ തന്നെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് നോക്കിയാൽ അവിടെയും നമ്മൾക്ക് കമ്പനി പല രീതിയിലുള്ള ചലഞ്ചസുകൾ നേരിടുന്നതായിട്ട് കാണാൻ സാധിക്കും. റീസെൻ്റ്ലി 500 രൂപയിൽ നിന്നും സ്റ്റോക്ക് ഇടിഞ്ഞ് 444 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും 400 രൂപ സ്റ്റോക്കിൻ്റെ ഒരു പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടായി പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. 400 രൂപയുടെ സപ്പോർട്ട് മറികടക്കുകയാണെങ്കിൽ സ്റ്റോക്ക് 350, 300 തുടങ്ങിയ സോണുകളിലേക്ക് ഇടിഞ്ഞേക്കാം. അവസാന സ്റ്റോക്ക് ട്രെൻഡ് ലിമിറ്റഡ്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 2.5% ഇടിഞ്ഞ് 5210 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 124. 52 വീക്ക് ഹൈ 6000, 52 വീക്ക് ലോ 1674. ബംഗ്ലാദേശിന് 1674. ഹോങ്കോങ്, തായ്ലൻഡ്, ബംഗ്ലാദേശ് തുടങ്ങിയ കമ്പനികൾ ട്രെൻഡ് എന്ന കമ്പനിയുടെ ഒരു പ്രധാന സോഴ്സിംഗ് മാർക്കറ്റായിട്ടാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ചും ട്രെൻഡിൻ്റെ റീറ്റെയിൽ ബിസിനസ്സിൽ, അതായത് അപ്പാരൽ റീറ്റെയിൽ ബിസിനസ്സിൽ പ്രധാനമായും കമ്പനി ഔട്ട്സോഴ്സ് ചെയ്യുന്നത് ബംഗ്ലാദേശ് മാർക്കറ്റിൽ നിന്നാണ്. ബംഗ്ലാദേശിൽ ഉടലെടുത്തിരിക്കുന്ന പൊളിറ്റിക്കൽ അൺട്രസ്റ്റ് ബംഗ്ലാദേശിൻ്റെ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയെയും സപ്ലൈ ചെയിൻ ഡിസ്ട്രപ്ഷനും കാരണമായേക്കാം. ഇത് ട്രെൻഡിൻ്റെ സോഴ്സിങ്ങിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ട്രെൻഡ് എന്ന സ്റ്റോക്കും ഇടിഞ്ഞേക്കാമെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 6000 രൂപയിൽ നിന്നും സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. സ്റ്റോക്ക് 5220 എത്തിയിട്ടുണ്ട്. 5000 പ്രധാന സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. ഇവിടെ നിന്നും 4750, 4500, 4250 തുടങ്ങിയ ലെവലുകളാണ് സ്റ്റോക്കിൻ്റെ ഡൗൺ സൈഡിലുള്ള സപ്പോർട്ട്. 2023 1500 രൂപ എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം അവിടെ നിന്നും വളരെ പെട്ടെന്ന് 6000 എന്ന ലെവലിലേക്ക് ഉയർന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് ട്രെൻഡ്. വളരെ പെട്ടെന്ന് സ്റ്റോക്കിൽ ഒരു ഷൂട്ടപ്പ് വന്നതുകൊണ്ട് സ്റ്റോക്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്